എല്ലാവർക്കും സുഖാണെന്ന് ജൂൺ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇന്നലെ നമ്മൾ അറിയിച്ചിരുന്നു. ഇതിന്റെ വിശദമായ വിവരങ്ങൾ ഒന്നുകൂടി പറയുന്നതോടൊപ്പം തന്നെ നിലമ്പൂർ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പെൻഷൻ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് 2500 എന്ന് ആക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം വന്നിട്ടുണ്ട്. 2500 എന്നാണ് പെൻഷൻ എത്തുക. അതോടൊപ്പം തന്നെ ജൂൺ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇന്നലെ പറഞ്ഞതാണ് എങ്കിൽ പോലും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, കാണാത്തവരുണ്ടാകും. അപ്പം വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ജൂൺ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നിലമ്പൂർ ഇലക്ഷന്റെ തൊട്ട് പിറ്റേ ദിവസം, അതായത് ജൂൺ 20 വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കും. വെള്ളിയാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുക. വെള്ളിയാഴ്ച പെൻഷൻ വിതരണം ആരംഭിച്ചു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തീരെ എത്താത്ത ആളുകൾക്ക് ശനിയാഴ്ചയ്ക്കായിട്ട് എത്തിച്ചേരുന്നതാണ്. അതേസമയം കയ്യിൽ വിതരണം 2 ദിവസം കൂടി കഴിഞ്ഞിട്ടായിരിക്കും, അതായത് ഞായർ അവധിക്ക് ശേഷം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷനും അതുപോലെ തന്നെ ലിസ്റ്റും എത്തിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിന്റെ വിതരണം നടക്കുക. ധനമന്ത്രി കഴിഞ്ഞ മാസത്തെ പെൻഷനും നേരത്തെ എത്തും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഒരു ആഴ്ച വൈകിയതിനു ശേഷമാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയത്. ഈ മാസം അത് ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പറഞ്ഞ സമയത്ത്, അതായത് 20 തന്നെ കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ സേവന DBT സെല്ലുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അവർ പറഞ്ഞത് ഈ മാസം അവസാനമാണ് പെൻഷൻ ലഭിക്കുക എന്നാണ്. അതിന് വലിയ താമസമില്ലാതെ ജൂൺ മാസത്തെ പെൻഷൻ എത്തിച്ചേരുന്നതാണ് എന്നുള്ള അറിയിപ്പാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, നിലമ്പൂർ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ക്ഷേമ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു 2500 ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് എത്തിക്കും എന്നുള്ളത്. അതിന് 900 രൂപയുടെ വർധനവാണ് വരുത്തേണ്ടിയിരുന്നത്. സമയാസമയങ്ങളിലായി ഇത് ഘട്ടം ഘട്ടങ്ങളായി വർദ്ധിപ്പിച്ചുകൊണ്ട് 2500 എത്തിക്കും എന്ന് പലതവണ ധനമന്ത്രി, മുഖ്യമന്ത്രി ഉൾപ്പെടെ LDF നേതാക്കന്മാരും പറഞ്ഞ കാര്യമാണ്. എന്നാൽ അതിനുശേഷം 4 വർഷവും 2 മാസവും പിന്നിടുമ്പോഴും 100 രൂപയുടെ പോലും പെൻഷൻ വർധനവ് ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ എന്നാണ് പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് പെൻഷൻ വർദ്ധിപ്പിക്കും എന്നും അത് 400 രൂപയായിരിക്കും എന്നും പിന്നീട് 500 രൂപ വർദ്ധിപ്പിച്ച് പെൻഷൻ 2500 ഇലക്ഷന് മുമ്പ് തന്നെ എത്തിക്കും എന്നുള്ള വാർത്തകൾ CPM സമ്മേളനങ്ങൾ നടന്ന ഘട്ടത്തിൽ വന്നതാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നതോടുകൂടി പെൻഷൻ വർധനവ് ഇപ്പോൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. പെൻഷൻ വർധനവ് ഉണ്ടായാൽ പോലും 100 200 മാത്രമായിരിക്കും 2 തവണകളായിട്ട് വർദ്ധിപ്പിക്കുക. പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് 100 രൂപയുടെ വർധനവേ ഉണ്ടാവുകയുള്ളൂ. ഇനി അതും ഇല്ല എങ്കിൽ നിയമസഭാ ഇലക്ഷന് മുമ്പ് ഒരു 200 രൂപയുടെയോ 100 രൂപയുടെയോ വർധനവുണ്ടാകും. എന്നാൽ 2500 എത്തിക്കും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴല്ല, ഇനി ഒരു തവണ കൂടി മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരികയാണ് എങ്കിൽ 2500 പെൻഷൻ എത്തിക്കുമെന്നാണ് നിലമ്പൂർ കൺവെൻഷനിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ 2500 പെൻഷൻ ആവാൻ വേണ്ടി ഈ മുഖ്യമന്ത്രിയെ ഒരു പ്രാവശ്യം കൂടി അധികാരത്തിൽ എത്തിക്കേണ്ടി വരും. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയൊന്ന് കമന്റായി രേഖപ്പെടുത്തുക. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം.